ഐ മീൻ ഏത് ജനറേഷനിലാണ് ജീവിക്കണത്? അബ്ദുൽ മജീദ് ഹായ്. ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ വർഷം ഞാൻ അടുത്ത ആഴ്ച തൊട്ട് അടുത്ത ആഴ്ച ഉണ്ടാവില്ല, അടുത്ത മാസം തൊട്ട് സെമിനാർ തുടങ്ങും. എൻ്റെ നമ്പറാണെന്നുണ്ടെങ്കിൽ 3, റോൾ നമ്പർ 3. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ആഴ്ച തന്നെ എല്ലാ സെമിനാറും ഉണ്ടത് കഴിയും. പിന്നെ തൊട്ട് നമ്മൾ ഫ്രീയാ. അബ്ദുൽ മജീദ് സൈഡ് ഹായ്. ഞാൻ 80s വസന്തം. ഈ 80സിലൊന്നും എത്തിയിട്ടില്ല മോനെ, കുറച്ചും കൂടി മുന്നോട്ട് വരാണ്ട്. അതല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? അതെ 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 അതെ. എന്നിട്ട് അതിന് ചാടി പുറപ്പെടാൻ ഓരോ മണ്ടന്മാർ, എന്നിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് സൂയിസൈഡ് ചെയ്യാൻ വേറെ കുറച്ച് മണ്ടന്മാർ. സത്യം പറഞ്ഞാൽ നമ്മുടെ ജനറേഷൻ്റെ വാല്യൂസ് തന്നെ കുറച്ച് കളയും. പക്ഷെ ഞാൻ ഓരോ കുറ്റപ്പെടുത്തില്ല കേട്ടോ, കാരണം ആ സമയത്തുള്ള ഓരോരു മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഓക്കെ, ഇപ്പോൾ ഈ പറയണ എത്ര വട്ടം സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും? ഇല്ലേ? ചിന്തിച്ചേക്കും. ഉണ്ട്, അതും ഉണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും എഫേർട്ട് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളോട് നമുക്ക് അത്രയും ട്രസ്റ്റ് വേണം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഈ കുറേ കുട്ടികൾ ഈ സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾ ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ സെയിം എഫേർട്ട് ഓരോരുത്തർ ഓപ്പോസിറ്റിൽ നിന്ന് കിട്ടണില്ല എന്നാണ് നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യലല്ലോ വേണ്ടത്, ആണോ? അല്ല, അതത്രേ ഉള്ളൂ. ഒരു മണ്ടന്മാരാണ് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം ഒരാളെങ്കിൽ ഒരാൾ അത്രയും സിൻസിയറായിട്ട് സ്നേഹിച്ച് പോയത് കൊണ്ട് ഒരു പൊട്ടത്തരം വന്നതാണ് അവർക്ക്. ഓക്കെ, ഇവിടെ ആരെ പറ്റി പറയും? എന്നെ പറ്റി തന്നെ. ഇയാളാണ് മെയിൻ. ഈ അപ്പച്ചൻ്റെ ഒക്കെ സ്ഥിരം പരിപാടി എന്താണെന്നറിയോ? ഈ പെണ്ണുങ്ങളെ ഈ യൂട്യൂബിൽ പോയാണ്ട് കമൻറ്റ് ഇട്ടാണ്ട് വളച്ചെടുത്തിട്ട്, എന്നിട്ട് ഈ അപ്പച്ചൻ അവരെ എന്തായിരുന്നു സ്വപ്ന കൊടുത്ത അവൻ്റെ പേര് എന്തായിരുന്നു? പൃഥ്വിരാജിൻ്റെ കുഞ്ഞൂഞ്ഞിൻ്റെ സ്വഭാവം. എന്നിട്ട് ഈ കുട്ടികളൊക്കെ മണ്ടികളായി കണ്ടിങ്ങനെ ഇതില്ലേ മാനസവൈന്യം പാടി നടക്കും. ഒക്കത്തിനും കാരണം ഈ അപ്പച്ചനാണ്. ഈ അപ്പച്ചനെ എല്ലാവരും റിപ്പോർട്ട് അടിക്കണം. അതും ഒരു സ്കില്ലല്ലേ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. എങ്ങനെ ചെയ്യാൻ? സൂയിസൈഡ് ചെയ്യാനോ? എന്നെ കൂടെ പറ്റുമോ ചോദിച്ചാൽ പറ്റാമെന്നില്ല. പക്ഷെ എനിക്കിനിയും ജീവിക്കണം. ഇൻഷാല്ലാ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ത്വരയുണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാനാണ്? കുഞ്ഞുഞ്ഞിൻ്റെ കഴിവാണോ? അതൊരു കഴിവ് തന്നെയാണ് സത്യം. പറ്റാത്ത കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് പറ്റൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളൂ. പക്ഷെ എനിക്കതിന് താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. പറ്റൂല എന്നുള്ള ഇതൊന്നും എനിക്കില്ല കേട്ടാ. ഈ അപ്പച്ച ഇങ്ങനെ തന്നെയാ. എന്നിട്ട് അപ്പച്ച എല്ലാവരും വളക്കാൻ നോക്കിയിട്ട് ഇങ്ങോട്ട് കുഞ്ഞുഞ്ഞിൻ്റെ സ്വഭാവം കാണിക്കും. കുഞ്ഞുഞ്ഞു ഫ്രം എവിടെ ഇരുന്നപ്പോൾ എൻ്റെ പേരാ? തൃശ്ശൂരാ. കുഞ്ഞുഞ്ഞനല്ലോ എൻ്റെ പേര്? അതെ, യെസ്, അതായിരുന്നു അവൻ്റെ സ്വഭാവം. കാഞ്ഞിരപ്പള്ളിയിൽ. അതെ അതെ, ഇവനെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യണം. എല്ലാവരും ഇവൻ്റെ ചാനൽ റിപ്പോർട്ട് അടിക്കണം. ഇങ്ങനെ ആയി? ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇങ്ങനെയുള്ളൊരു ഞാൻ ഒരു 2 വർഷം മുന്നേ ഉള്ള ഞാനായിരുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഈ ഞാൻ നല്ലോണം മാറ്റം വന്നോ? നല്ലോണം മാറ്റം വന്നത് പുറത്തുള്ള ഒരാൾക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വ്യൂസിലൊക്കെ കുറേ മാറ്റം, ഐ മീൻ വ്യൂസ്, യൂട്യൂബ് വ്യൂസ് അല്ല, കോൺസെപ്റ്റ് ഇല്ലേ, അതുകളിൽ കുറേ വ്യത്യാസം വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്ന വ്യത്യാസങ്ങളുമാണ്. നമ്മുടെ കുറേ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മളെ കുറേ വ്യൂ ഓഫ് തോട്ട് തിങ്കിങ്ങിൻ്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് മാറ്റം വന്നു. നമ്മളെ കുറേ കോൺസെപ്റ്റ്സ് അതൊക്കെ എൻ്റെ അത് മാറിയിട്ടുണ്ട്. ഈയടി ഇപ്പം അതായില്ലേ? നീ ഒന്നും പണയണ്ട. ഈ വീഡിയോയിൽ 2 ഷോട്ട്, ഈ അക്കൗണ്ടിൽ നിന്ന് 2 ഷോട്ട് എടുത്തിടുന്നു, എന്നിട്ട് 2 പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കിടും, എന്നിട്ട് ഈ ജോലിക്ക് വളയുന്നു. അത്രേ ഉള്ളൂ, കുഞ്ഞുകുഞ്ഞ് അത്രേ ഉള്ളൂ. എന്നിട്ട് പറയുന്നു അവളെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ അവളെ അവോയ്ഡ് ചെയ്യും? ഓക്കെ, ആ വ്യൂ അല്ലട മണ്ട, അങ്ങനെയില്ല. അസേ ഞാൻ പറഞ്ഞുതരാം. ഞാനെന്ന് എനിക്കത് പറഞ്ഞുതരാൻ എനിക്കറിയൂല. അങ്ങനെ കേട്ടാ. ആദ്യമൊക്കെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വാശിയുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പോൾ വാശിയില്ലാത്ത കിടന്നല്ലോ. പക്ഷെ എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കിട്ടേണ്ടിയിരുന്നു. അതിപ്പോൾ